വിശദമായ വാർത്തകളിലേക്ക്. ഫെബ്രുവരി 1 നടപ്പിൽ വന്ന ട്രായിയുടെ പുതിയ നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ച് പേ ചാനൽ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കാൻ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാർ എടുത്ത തീരുമാനം നടപ്പിലായ കേബിൾ TV നിരക്ക് കുത്തനെ ഉയരാനാണ് സാധ്യത. ഇതിനെതിരെ കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ശക്തമായി രംഗത്ത് വരികയാണ്. കേബിൾ ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്താക്കാൻ ശ്രീ കേരളവും ഏഷ്യാനെറ്റും അടക്കമുള്ള സ്റ്റാർ ചാനലുകളും ബ്രോഡ്കാസ്റ്റർമാർ ഏകപക്ഷീയമായി കേരള വിഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഓഫാക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതോടൊപ്പം ഉപഭോക്താക്കൾക്കുണ്ടായ പ്രയാസങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നതായും കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KV രാജൻ, ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ട്രായ് പോകുമ്പോൾ അത് ആദ്യമായിട്ടുള്ളൊരു സംഭവമല്ല. പക്ഷേ നേരത്തെ ഇത്തരത്തിലുള്ള നീക്കം ട്രായിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ COAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക? എന്താണ് നിലവിലെ ഒരു സ്ഥിതി? കേൾക്കാമോ? കേൾക്കാം. ഇത് കേരളത്തിലെ മാത്രം ഒരു സ്ഥിതിയല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏകദേശം 45 മില്യണിലധികം കേബിൾ TV വരിക്കാർക്ക് പ്രധാനപ്പെട്ട എല്ലാ ബ്രോഡ്കാസ്റ്റർമാരുടെ പേ ചാനലുകൾ കാണാനുള്ള അവസരം നഷ്ടമായിരിക്കുകയാണ്. ഫെബ്രുവരി 1 മുതൽ ട്രായുടെ പുതിയ നിർദ്ദേശപ്രകാരമുള്ള താരിഫ് ഓർഡർ 3 നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ബ്രോഡ്കാസ്റ്റർമാരോടും അതുപോലെ MSOകളോടും എഗ്രിമെന്റ് ഒപ്പുവയ്ക്കാൻ ആവശ്യപ്പെട്ട് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ട്രായുടെ പുതിയ നിയമത്തിന്റെ ഭാഗമായി ബ്രോഡ്കാസ്റ്റർമാർക്ക് വലിയ രീതിയിലുള്ള നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ നിയമത്തിന്റെ മറവിൽ നൽകിയിട്ടുള്ളത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ പ്രമുഖമായ എല്ലാ MSOകളും ഇത് ഈ രീതിയിൽ നടപ്പാക്കരുത് എന്ന് ട്രായോട് നിരന്തരമായി ആവശ്യപ്പെടുകയും പലതവണ നേരിൽ കാണുകയും ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇത് നടപ്പാക്കുമെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വാശി ഇക്കാര്യത്തിൽ ട്രായ് സ്വീകരിക്കുകയും ട്രായ് അത് നടപ്പാക്കി കിട്ടിയാൽ നല്ല രീതിയിലുള്ള വർധനവ് നടപ്പാക്കാൻ കഴിയുമെന്ന് ബ്രോഡ്കാസ്റ്റർമാർക്കുള്ള ഒരു ആത്മവിശ്വാസവുമാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഓഫാവാനുള്ള സാഹചര്യം കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ KCCL കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷനെ തിരിച്ചറിയുകയും കേരള വിഷൻ ബ്രാൻഡിൽ ഡിജിറ്റൽ TV നൽകി വരുന്ന KCCL ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ച് കഴിഞ്ഞ മാസം ഒരു റിട്ട് ഇവിടെ ഫയൽ ചെയ്യുകയും അതിന്റെ വിധി കഴിഞ്ഞ മാസം 8-ാം തീയതി ഫെബ്രുവരി മാസം 8-ാം തീയതി അത് പരിഗണിക്കാൻ എടുത്തുവെങ്കിലും ഫെബ്രുവരി മാസം 22-ാം തീയതിക്ക് അത് പിന്നീട് മാറ്റിവെക്കുകയുണ്ടായത്. ആ കേസിന്റെ വിധി വരുന്നതിന് മുമ്പാണ് ഇന്ന് ഇത്തരത്തിൽ വിചിത്രമായ ഒരു നിലപാട് ബ്രോഡ്കാസ്റ്റർമാർ എടുത്തിട്ടുള്ളത്. രാജ്യത്തെ 4-5 ഹൈക്കോടതികളിൽ ഇതിനെതിരായി കേബിൾ TV ഓപ്പറേറ്റർമാരും വിവിധ MSOകളും കോടതികൾ കൊടുത്തിട്ടുള്ള ഹർജിയൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനൊന്നും കാത്തു നിൽക്കാതെ കേവലം 48 മണിക്കൂർ മുമ്പുള്ള ഒരു ഇമെയിൽ സന്ദേശം മാത്രം നൽകി ഇത്രയും വരുന്ന ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളെ ബന്ധപ്പെട്ട MSOകൾക്ക് ഒന്ന് അറിയിക്കാൻ പോലുള്ള സാവകാശം പോലും നൽകാതെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്ത് ഒരുപക്ഷെ ഡിജിറ്റൽ കേബിൾ TV യുഗം അല്ലെങ്കിൽ താരിഫ് ഓർഡർ വന്നതിന് ശേഷം ആദ്യം നടക്കുന്ന ഒരു സംഭവമായിരിക്കും. വിവിധ MSOകൾക്ക് വിവിധ കാരണങ്ങൾ വ്യത്യസ്ത ബ്രോഡ്കാസ്റ്റർമാരുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ഏകപക്ഷീയമായി എല്ലാ പേ ചാനലുകളും ഒരുമിച്ച് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ഉപഭോക്താക്കളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ കേബിൾ TV ഓപ്പറേറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാട് രാജ്യത്ത് ആദ്യമായിട്ടാണ്. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായി അപലപിക്കുകയാണ്. കേരളത്തിലെ ഏതാണ്ട് 80% വരുന്ന കേബിൾ TV വരിക്കാരുള്ള കേരള വിഷൻ, അതുപോലെ ACV, അതുപോലെ തന്നെ മറ്റൊരു നെറ്റ്വർക്കായ ഡെൻ തുടങ്ങിയ നെറ്റ്വർക്കുകളൊന്നും തന്നെ ഇന്ന് ഈ പേ ചാനലുകൾ ലഭ്യമല്ല. ചെറുകിട MSOകളെ സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയും ബ്രോഡ്കാസ്റ്റർമാർ അവരെ കൊണ്ട് ഈ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് ധർമ്മസങ്കടത്തിലാണ്. ഒരുപക്ഷെ നാളെ ഈ കരാർ പൂർണ്ണമായി നടപ്പാക്കപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള കേബിൾ TV നിരക്ക് അല്ലെങ്കിൽ മാസവരി സംഖ്യ ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ ഈ MSOകൾ അതിന്റെ ഭാഗമായിട്ടുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ നിർബന്ധിതമാകും. ഏതായാലും കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ രാജ്യത്തെ പ്രമുഖ MSOകളൊക്കെ തന്നെ ഇതിനെ വലിയ രീതിയിലുള്ള വലിയ ഒരു എതിർപ്പും അതിന്റെ ഭാഗമായിട്ടുള്ള ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.
തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പകൽക്കൊള്ള തന്നെയാണെന്ന് നമുക്ക് ആ, ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കും ഇട നൽകാത്ത രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ. നേരത്തെയും ഇത്തരത്തിലുള്ള നടപടികൾ ഈ ട്രായിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ തന്നെ ഈ വൻകിട സംവിധാനങ്ങളെല്ലാം തന്നെ ഈ രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നല്ലോ. അന്ന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളല്ലായിരുന്നോ കേരള വിഷന്റെ ഭാഗത്തു നിന്നും സിഒയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്? അതിന് സമാനമായ രീതിയിലേക്കുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാൻ തന്നെയാണോ തീരുമാനം? അത്തരം രീതിയിലേക്കുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് പോകാനുള്ള സാധ്യത എല്ലാ തരത്തിലും കാണുന്നുണ്ട്. മുമ്പ് ഇത്തരത്തിൽ ഡിജിറ്റൽ കേബിൾ ടി വിയിൽ ഇന്ന് കാണുന്ന ഈ താരിഫ് ഓർഡറിന്റെ ആദ്യ പതിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ബ്രോഡ്കാസ്റ്റർമാരുടെ ഏകപക്ഷീയമായ നിരക്കടിച്ചേൽപ്പിക്കുന്ന ശ്രമം നടന്നിരുന്നു. അന്ന് ഒരു മാസമൊക്കെ 45 ദിവസത്തോളം പ്രത്യേകിച്ച് സ്റ്റാർ എന്ന ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റർക്കെതിരെ സമരം ചെയ്ത് വിജയിച്ചിട്ടുള്ള സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ. അതുകൊണ്ട് സമരം ഞങ്ങൾക്കൊരു പുത്തരിയല്ല. ഞങ്ങൾ സമരം ചെയ്യുന്നത് കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ അതിജീവനം എന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ഒരു MSO KCCL. ആ KCCL ആണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും മിതമായ നിരക്കിൽ, ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി വി വരിക്കാർക്ക് ഇത്രയും അധികം പേ ചാനലുകൾ കൊടുക്കുന്നത്. അത് തീർച്ചയായും ഇത്തരത്തിൽ സമരം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി സമരം ചെയ്ത് വിജയിച്ചതിന്റെ ഭാഗമാണ്. കേരളത്തിന് പുറത്ത് ഏത് MSOകളിൽ പരിശോധിച്ചാലും ഇന്ന് 300-350 രൂപയ്ക്ക് മേലെയാണ് കേബിൾ ടിവിയുടെ നിരക്ക്. അത് കേരളത്തിൽ 250 രൂപയ്ക്കോ അല്ലെങ്കിൽ താഴെയായി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ സംഘടനയുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഈ സമരം ഞങ്ങൾ തുടരും. തീർച്ചയായും എല്ലാ കാലത്തും വരിക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് വരിക്കാരെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയുള്ള നിലപാട് തന്നെയായിരുന്നു സിഒയെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ തുടരുമെന്ന് അങ്ങ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം സിഒയെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും KCCL ചെയർമാനുമായുള്ള ശ്രീ K. ഗോവിന്ദൻ ചേരുന്നു. സാർ, ഈ ഒരു സാഹചര്യം നമുക്ക് നേരത്തെയും പരിചിതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അന്നൊക്കെയും ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലൂടെ സിഒയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ട്രായിയുടെ തീരുമാനത്തെ പോലും ഒരുപക്ഷെ തിരുത്തുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് ആ പ്രതിഷേധങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതിഷേധ പരിപാടികൾ തന്നെ തുടരാൻ തന്നെയാണോ തീരുമാനം? ഈ നിരക്ക് വർധന നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുക അത് ഇവിടുത്തെ വരിക്കാരെ തന്നെയാണ് എന്ന് ആ ഒരു രീതിയിൽ തന്നെയല്ലേ കാര്യങ്ങൾ? ഉയർന്ന നിരക്ക് വർധന ആവശ്യപ്പെട്ട് പ്രമുഖ ചാനൽ കമ്പനികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ ചാനൽ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നെറ്റ്വർക്കിൽ നിന്നും നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. നിരക്ക് വർധന നിലവിൽ വന്നാൽ കേബിൾ TV വരിക്കാർ ഉയർന്ന മാസവരി സംഖ്യ നൽകേണ്ട ഒരു സാഹചര്യമാണ്. ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾ ആദ്യഘട്ടത്തിൽ ഓഫ് ചെയ്യുമെന്നാണ് ചാനൽ കമ്പനികളുടെ മുന്നറിയിപ്പ്. ട്രായിയുടെ പ്രത്യേക നിർദ്ദേശം ഇത്തരത്തിൽ ഉള്ള നടപടിക്ക് അതല്ലെങ്കിൽ ട്രായിയുടെ ആ ഒരു നിർദ്ദേശം മറയാക്കിക്കൊണ്ട് തന്നെയുള്ള നടപടിയാണ് വൻകിട സംവിധാനങ്ങൾ MSO ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ എന്നും പ്രതിഷേധം നടത്തിയിട്ടുള്ള സംഘടനയാണ് സിഒയെ. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ ഒരു സാഹചര്യത്തിലും ഉണ്ടാവാൻ തന്നെയുള്ള സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഫെബ്രുവരി 1 നടപ്പിൽ വന്നിട്ടുള്ള ട്രായിയുടെ പുതിയ നിർദ്ദേശത്തിൻ്റെ ചുവട് പിടിച്ചാണ് പേ ചാനൽ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കാൻ പ്രമുഖ ബ്രോഡ്കാസ്റ്റർമാർ തീരുമാനമെടുത്തത്. അത് നടപ്പിലായാൽ കേബിൾ TV നിരക്ക് കുത്തനെ ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ശ്രീ KV രാജൻ, അങ്ങേക്ക് തുടരാം. അദ്ദേഹത്തിലേക്ക് ശ്രീ ഗോവിന്ദനിലേക്ക് നമുക്ക് തിരികെ വരാനുള്ള സമയവുമുണ്ട്. അങ്ങേക്ക് തുടരാം. കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും മറ്റന്നാൾ ഞങ്ങളൊരു പത്രസമ്മേളനം തൃശ്ശൂർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ 22-23 തീയതികളിലായി തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ വെച്ച് ചേരുകയാണ്. തീർച്ചയായും അതിന്റെ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി ഏതായാലും പേച്ചാനൽ വിഷയവും കൂടി വന്ന സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ വാർത്താ സമ്മേളനം ഞങ്ങൾ നൽകും. ഇന്ന് എന്തായാലും ഇന്ത്യയിലെ കേബിൾ TV ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ ഒരു കറുത്ത ദിനം എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഈ ഇന്ത്യ ബ്രോഡ്കാസ്റ്റർമാരുടെ ഈ കടന്നുകയറ്റത്തിനെതിരെ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർമാർക്ക് വേണ്ടി ട്രായ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ കുത്തകൾക്ക് വേണ്ടി നടത്തുന്ന ഈ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് മാത്രമേ കൂടുതൽ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മറ്റൊരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കാം. തീർച്ചയായും ഉയർന്ന നിരക്ക് വർധന ആവശ്യപ്പെട്ട് പ്രമുഖ ചാനൽ കമ്പനികൾ
രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രായുടെ നിർദ്ദേശം അതിൻ്റെ മറ പിടിച്ചാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വൻകിട കമ്പനികൾ എത്തുന്നത്. കുത്തകയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് സിഇഒയുടെ തീരുമാനം.